ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് കോഴിക്കോട് വരെ പോവാണ്. അവിടെ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്രയിൽ ഹോസ്പിറ്റലിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെയൊക്കെ ഫ്രണ്ടിലൂടെ ആട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള കുറച്ച് വീഡിയോസേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കയറി ചെന്നിട്ടുള്ള അങ്ങനെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ ഹോസ്പിറ്റലിൽ ക്യാമറയും കാര്യങ്ങളൊന്നും അവിടെ അവരെടുക്കാൻ സമ്മതിക്കില്ല. വീഡിയോസൊന്നും അവരെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് പോണ വഴിക്കുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. കോഴിക്കോടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ അവിടുത്തെ ടോപ്പ് പ്രത്യേകത. ഫുഡ്, അതുപോലെ അവിടുത്തെ നമ്മുടെ കോഴിക്കോടിൻ്റെ കടൽ, അങ്ങനെ കുറച്ച് പ്രത്യേകതയൊക്കെ ഉള്ളതാണല്ലോ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കോഴിക്കോടിനെ കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ അവിടുത്തെ എടുത്ത് പറയേണ്ട കാര്യം അവിടുത്തെ ഫുഡ് തന്നെ കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കോഴിക്കോടിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ. അതും ടോപ്പ് ബിരിയാണിയും കാര്യങ്ങളാണ് കോഴിക്കോടിൻ്റെ ഫുഡ്. നമ്മൾ ഇന്ന് പോയ സമയത്ത് ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ നോർമലി ചോറ്, കറി അങ്ങനത്തതൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഉച്ച നേരങ്ങളിലൊക്കെ ആകുമ്പോൾ ഞാനൊക്കെ അധികം നാടൻ ഭക്ഷണങ്ങൾക്കാണ് അധികം പ്രിഫറൻസ് കൊടുക്കാറുള്ളത്. അല്ലാതെ ഈ ഉച്ച സമയത്ത് ബിരിയാണി, അതുപോലെ മന്തി അങ്ങനത്തെ ഒന്നും ഞാൻ കഴിക്കാറില്ല. എനിക്ക് എപ്പോഴും ഉച്ച ടൈം ആകുമ്പോൾ നാടൻ ചോറും കറിയും, അതിലേക്ക് മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസായിട്ട് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ അധികം അങ്ങനത്തെ ഞാൻ കഴിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ കൂടെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു.